ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഇരിങ്ങാലക്കുടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഉത്സവത്തിനെത്തിച്ച ആനയാണ് പാപ്പാനെ ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ ആ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയോടുകൂടി സംഭവിച്ചത്. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് ഈ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ടുള്ളത്. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ്റെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. ഇപ്പോൾ അമൽ ചികിത്സയിലാണ് നിലവിലുള്ളത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും നടരാജ് പരശുരാം ചേരുകയാണ് വിവരങ്ങളുമായിട്ട്. നടരാജ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഈ ആനയെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ടോ? ഈ പരിക്കേറ്റ ഒന്നാം പാപ്പാന്റെ നില ഏത് തരത്തിലാണ്? ദൃശ്യങ്ങളിൽ കാണുന്നത് വാഴ്വാടി കാശിനാഥൻ എന്ന ആനയെ ലോറിയിൽ കയറ്റി ഇവിടെ നിന്നും നീക്കുന്നതാണ്. ആന ഇപ്പോൾ അക്രമകാരിയല്ല. ആന അല്പസമയം മുമ്പ് പ്രദേശത്ത് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഷീറ്റൊക്കെ തന്നെ പൊളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആനയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ പാപ്പാൻ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടിയാണ് ആന ഇടഞ്ഞത്. ആ സമയത്ത് ആനയ്ക്ക് അടുത്തുണ്ടായിരുന്ന പാപ്പാമാരെ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അമൽ, ശ്രീകുട്ടൻ എന്നീ രണ്ട് പാപ്പാമാർക്കാണ് ആക്രമണം ഉണ്ടായത്. ഇതിൽ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ നെഞ്ചിൽ ചവിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇന്നലെയും ആന ഇവിടെ രാത്രി എഴുന്നള്ളിപ്പിനിടെ ഇവിടെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഉടൻ തന്നെ ദേവസ്വത്തിൻ്റെ ഈ പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ വേണ്ടത്ര സുരക്ഷയിലല്ല ആനയെ രാത്രി തളച്ചത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ആനയ്ക്ക് പട്ടയിട്ട് കൊടുക്കാൻ പാപ്പാമാർ പോയപ്പോൾ ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചത്. പാപ്പാമാരെ ആന ആക്രമിക്കുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആനയുടെ സ്വന്തം സ്ഥലത്തേക്ക്, ഇത് കോട്ടയത്തു നിന്നുള്ള ആനയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആന ഇപ്പോൾ ശാന്തനുമാണ്. ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തളച്ച് ഇവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുമുണ്ട്. എന്ത് സംഭവിച്ചതായാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി തെരഞ്ഞെടുപ്പിൽ ഈ എഴുന്നള്ളിപ്പിന്റെ കഴിഞ്ഞിരുന്ന സമയത്ത് തന്നെ ഇടഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രണ്ടുപേരെ തട്ടിയിട്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ തോന്നിയ സ്ഥിതിക്ക് ദേവസ്വം പറഞ്ഞു രാവിലത്തെ എഴുന്നള്ളിപ്പിലൊന്നും പാടില്ല, പിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി തൽക്കാലത്തെ നിലയിൽ ഇവിടെ കൊട്ടിലാക്കൽ പറമ്പിൽ ആനയ്ക്ക് തറിയൊഴിക്കുന്ന ഭാഗത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പാപ്പന്മാരെ അതിന് സമീപത്തുണ്ടായിരുന്നു. പക്ഷെ ഒരു പാപ്പൻ കിടന്നുറങ്ങായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോഴാണ് ഈ ആന പെട്ടെന്നൊരു ഇടച്ചിലുണ്ടായത്. ഇടഞ്ഞങ്ങനെ തന്നെ പാപ്പാനെ നെഞ്ചിൽ ചവിട്ടായിരുന്നു പറഞ്ഞത്. അത് ഒന്നാം പാപ്പൻ അതിനെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും ആളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞത്. പാപ്പാന്റെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ്. രണ്ടാമത്തെ സ്ഥിതിയെ കുറിച്ച് എന്തെങ്കിലും അറിയാം? അത് കൈക്കാണ് പരിക്കുന്നതാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ വ്യക്തതയില്ല പിന്നെ എങ്ങനെയാണെന്നുള്ളത്. മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മറ്റാനകളൊന്നും ഇടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നലത്തോടു കൂടി ഇന്നലെ മാത്രമേ ഇതിന് അനുമതി ഉണ്ടായിരുന്നുള്ളത്. കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഫോറസ്റ്റുകാർ ഇപ്പം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അനുമതി കഴിഞ്ഞ ദിവസം ഒരു 57 ആനകളോളം ഇവിടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞാണ്, ഫിറ്റ്നസ് ഒക്കെ പരിശോധിച്ചിട്ടാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടത്തിയിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ പറഞ്ഞ് കേട്ടിരുന്നില്ല. ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം ഒരു മാറ്റി. കഴിഞ്ഞ രാത്രി എഴുന്നള്ളിപ്പിൽ ആന ഇടഞ്ഞ് 2 പേര് വീണു. അപ്പോൾ തന്നെ മാറ്റിയിരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ. അതാണ് ഇപ്പോൾ നിലവിൽ. അതാണ് സ്ഥിതി. ഇവിടെ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇവിടെ ചില ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? ശരി, നടരാജാണ് സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നത്. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. 25 വയസ്സുള്ള പാപ്പാനായിരുന്നു. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. ഇപ്പോൾ ആനയെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്.